ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റോട് കൂടിയുള്ള ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്താലോ. ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ബ്രെഡ് ഒക്കെ കഴിയുമ്പോൾ ബ്രെഡിൻ്റെ കൂടെ ആയാലും പൂരി, ദോശ, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാട്ടോ. ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ഒരു അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മൾ ഒരുപാട് ചിക്കൻ കറിയുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും കുറച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാട്ടോ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ മാത്രം നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി 2 പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുരുകുരുന്നിന് കട്ട് ചെയ്ത് വെച്ചത്, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടിയും ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചോളൂ. ഇനി നമുക്കിതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കാവുന്നത്. നിങ്ങൾക്ക് സവോള എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 സവോളയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ചു 1 മിനിറ്റ്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറാനായിട്ടൊന്ന് മൂടി വെച്ച് ആവിയേറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയുടെയൊക്കെ ഒരു പച്ചമണവും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷമാണ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. 1 ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങളിനി ഈ സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുത്ത സാധനങ്ങളുടെ അളവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അതുപോലെ തന്നെ പൊടികളും. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് മതിയാവും. 2 മിനിറ്റ് ഇതൊന്ന് തള വന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചാറ് വലിഞ്ഞ് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണേ. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ലൈക്ക് എന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണ്ടേ. നമ്മുടെ ചിക്കനൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ചിക്കനൊന്ന് ഇളക്കി ഒന്ന് മറിച്ച് കൊടുക്കാം. എന്നിട്ടും പിന്നെയും ഒരു 10 മിനിറ്റും കൂടി നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോഴാട്ടോ ഈ ചിക്കൻ കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഫൈനലി ടച്ചായിട്ട് നമ്മുടെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. മല്ലിയിലയുടെ ആ ഫ്ലേവറും കൂടി നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഇപ്പോൾ ഒരു അടിപൊളി സ്മെല്ലാട്ടോ വന്നത്. ആ മല്ലിയിലയുടെ ആ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഒരു അടിപൊളി ഫ്ലേവറും പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഇതാട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു കറി നിങ്ങളെന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചുമ്മാ പറയണതല്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പത്തിൻ്റെ കൂടെയും
ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചിക്കൻ കറി കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രണ്ട്സ്.